ഒരു സാഹസിക ഷോയല്ല ഇത്, നമ്മൾ അരി മേടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ തമ്പിലൈനൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വലിയ എമൗണ്ട് തെങ്ങുമുറി എത്ര ശരിക്കും നമ്മൾ പലർക്കും ബുദ്ധിമുട്ടാവും. നമ്മൾ മേടിക്കുന്ന എമൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേര് 5 പേരൊക്കെ പോയി ഇതുപോലെ ഒരു തെങ്ങ് മുറിക്കാൻ പല സ്ഥലത്തും ചെന്ന് നല്ല എമൗണ്ട് മേടിച്ചു. ഒറിജിനൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കുന്ന കൂലി ഒന്നും നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്യാത്ത. ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മണിക്കൂട്ടനൊക്കെ വീഡിയോയാണ്. ഞങ്ങളൊരു തെങ്ങ് മുറിക്കാൻ വന്നിരിക്കുന്നതാണ്. അടിപൊളി സെറ്റപ്പിലാണ് നിൽക്കണേ. ഒന്നും പറ്റാതിരിക്കട്ടെ. ഇതൊരു ധ്യാനകേന്ദ്രമാണ്. ഇവിടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു UP സ്കൂളുണ്ട്. അപ്പോൾ ആ UP സ്കൂളിലേക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന തെങ്ങാണ് ഈ 2 എണ്ണം. അപ്പോൾ ഞങ്ങൾ ഒരു 5 തെങ്ങ് പണിതിട്ട മഞ്ഞ ഇത് കണ്ടില്ലേ. ഇതാണ് നമുക്കൊന്ന് ഉള്ള ടാസ്ക്. ജനറേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോണിയൊക്കെ അഴിച്ചു മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾ മാറ്റി വെച്ചേനെ. അപ്പോൾ വാഴയുണ്ട്, ഇതേ സ്കൂളിൻ്റെ തിട്ടാണ്. അപ്പോൾ നമുക്ക് പണിയിലേക്ക് പഠിക്കാമല്ലോ. ഓക്കെ, നമ്മുടെ മണിക്കൂട്ടൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിൽ 382 കുഴപ്പമില്ല, ചാടി കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാവരും ചോദിക്കും മടാളും കൊണ്ട് വെട്ടാൻ പാടില്ല, മടാളും കൊണ്ട് വെട്ടാൻ പാടില്ല. മടാളും കൊണ്ട് വെട്ടാം. ഈ വെട്ടിപ്പിടിച്ച് ഒരു കൈ കൊണ്ട് വെട്ടണം. വാഴ മുറിക്കുകയാണെങ്കിൽ ഇങ്ങനെ ടപ്പ ടപ്പെന്ന് മുറിച്ച് കളയാം.
ഇത് മടാലം കൊണ്ട് ഇങ്ങനെ ഇവിടെ പിടിച്ചിട്ട് പറ്റും. നമുക്ക് സുഖം ഉറപ്പായിട്ട് വരുന്നത് ഇതുപോലെ മടാൾ കയ്യിലുണ്ട്. ഇത് പോരില്ലാത്ത സാധനങ്ങളുണ്ട്. ഇനി ഇതിൽ ഇതുണ്ടോ? ഇതാണ് നമ്മൾ ഷോ കാണിക്കുന്നതല്ല. ഇനി മടാളെന്ന് പറയുന്നത്, മടാളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പിടുത്തം കിട്ടില്ല. പാലക്കാടൻ ഭാഷയാണ്. ഇപ്പോൾ കഴുത്തക്കട കുത്തി കയറിയാണ്. ഇങ്ങനെ ഈ ചുണ്ടൻ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഈ ചുണ്ടൻ കയറി കുത്തുന്നതാണ്. അതിന് ഏറ്റവും നല്ലത് തേങ്ങ ഇടാൻ കയറുമ്പോൾ പുകല കിട്ടും. പുകല ഈ പീസ് ഈ നീളത്തിൽ ഒരു 4 ഇഞ്ച് നീളത്തിൽ പുകല നനച്ച് ഇതിൻ്റെ കവിളിൽ ഇറക്കി വെച്ചാൽ മതി. മണിക്കൂട്ടൻ അവിടെ ഓല മാറ്റിയതിന് ശേഷം അത് ചടിക്കാൻ പറ്റുള്ളൂ. ഇതുണ്ട് ക്യാമറയിൽ പല വീഡിയോ നമ്മൾ എടുക്കും. പക്ഷേ ഈ ക്യാമറയിൽ ഇത് മിസ്റ്റ് പിടിക്കുകയോ അല്ലെങ്കിൽ പൊടി പിടിക്കുകയോ അങ്ങനെയൊക്കെ വന്നാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഡിയോ വല്ലതും എടുത്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റ് പിടിച്ചാൽ ഈ മൂടി കിടക്കുമായിരിക്കും. അതൊക്കെ ആയിരിക്കും വീഡിയോ പലതും എടുത്തിട്ട് കാണാൻ പറ്റാതെ വരുന്നത്. എഡിറ്റ് ചെയ്ത് വിടാതെ തന്നെ. അപ്പോൾ കരിക്കൊക്കെ മാറ്റിക്കാം. അത് ചാടി ചേർന്ന്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഒരു സാഹസിക ഷോയല്ല ഇത്. നമ്മൾ അരി മേടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ തമ്പിലൈനൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വലിയ എമൗണ്ട് തെങ്ങുമുറി എത്ര ശരിക്കും നമ്മൾ പലർക്കും ബുദ്ധിമുട്ടാവും. നമ്മൾ മേടിക്കുന്ന എമൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേര് 5 പേരൊക്കെ പോയി ഇതുപോലെ ഒരു തെങ്ങ് മുറിക്കാൻ പല സ്ഥലത്തും ചെന്ന് നല്ല എമൗണ്ട് മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർക്കും കൊടുത്തവർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടാവും. ഇവനെ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രശ്നം മുട്ടൂലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും തടിയുടെ വിലയാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ പണിയുന്നതിൻ്റെ കൂലിയാണെങ്കിലും ഒറിജിനൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കുന്ന കൂലി ഒന്നും നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്യാത്ത. അപ്പോൾ പിന്നെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്,
നിങ്ങൾ ഇതിനെന്ത് വില, ഇതിനെന്ത് വില, ഇതിനെന്ത് വില, വില നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ ഒരാൾക്കും ഉപദ്രവമായി വരരുത്. ഇപ്പോൾ കച്ചവടക്കാരുണ്ടാവും, മരം പണിയുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ആളെങ്കിൽ നിങ്ങൾ വിളിച്ച് നിങ്ങൾ ബാർഗൈൻ ചെയ്യാം. നിങ്ങൾക്ക് അവരിപ്പോൾ റേറ്റ് പറഞ്ഞു, ഇപ്പം നമ്മുടെ അടുത്ത് ഒരു റേറ്റ് പറഞ്ഞു, നമ്മൾ പോയി ഒരു കണ്ടിട്ട് എല്ലാവരും റേറ്റ് പറയും. അപ്പോൾ അത് പറഞ്ഞിട്ട് ബാർഗൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് സൗകര്യമാവുകയാണെങ്കിൽ നമ്മൾ ആ റേറ്റിന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതൊന്നും നമുക്ക് പബ്ലിഷായിട്ട് ചെയ്യാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്കിവിടെ 6-7 തെങ്ങുണ്ടായിരുന്നു മുറിക്കാൻ. അവിടെ ആ സ്കൂളിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അന്നും വീഡിയോ എടുത്തില്ല. നമ്മുടെ പിന്നെ ഈ 2എണ്ണത്തിനാണ് റിസ്ക് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം പീസായിട്ട് ഇത്രയും കണക്റ്റില്ല, മുറിച്ചിടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഒരുപാട് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. ഞാൻ പണ്ട് മുതലേ കയറിക്കൊണ്ടിരുന്ന ആളല്ല. നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഇതിലേക്ക് തിരിഞ്ഞു പോയി. പക്ഷേ ഇതിൽ ആദ്യം ശരിക്കും കഷ്ടപ്പെട്ട് കടിച്ചു തൂങ്ങി ഒരുപാട് അപകടങ്ങളൊക്കെ വന്നാണ് നമ്മൾ ഇതിൽ നിന്നത്. വേറെ എന്തെങ്കിലും പണി വേണ്ടേ? അപകടം പറ്റിയാലും 15 ദിവസം വീട്ടിലിരുന്നാലും 1 മാസം വീട്ടിലിരുന്നാലും ഈ പണിക്ക് തന്നെ വീണ്ടും ഇറങ്ങണം. ആൾക്കാർ വിളിക്കുകയുള്ളൂ, ഈ പണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഒരു ഷോയോ കാര്യങ്ങളല്ല നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒരു സാഹസികമോ ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ അരി മേടിക്കുന്ന കൂട്ടത്തിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ കേരളത്തിൽ ഒരു 100ഓളം ആൾക്കാർക്ക് നമ്മളിത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് കാര്യങ്ങൾ, എനിക്ക് വന്ന അപകടങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മൾ ഇത് എനിക്ക് വന്നേക്കുന്ന അപകടങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് പറഞ്ഞു ഒരു ചെറിയ ഒരു അവയർനെസ് ക്ലാസ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് ഒരു കാരണവശാലും ഒരു ഷോയോ കാര്യങ്ങളല്ല. വലിയ റിസ്ക് ആയിട്ടുള്ള മരം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പണിയാം. എത്ര റിസ്ക്കുള്ള സാധനം നമുക്ക് സിമ്പിളായിട്ട് പണിയാം, കൈകാര്യം ചെയ്യാം എന്നുള്ളത് ബാക്കിയുള്ളവരും കാണിക്കുന്നു. അപ്പോൾ പണിയുന്നവർക്ക് അതേ രീതിയിൽ പണിയാം, കാര്യങ്ങൾ ചെയ്യാം. കൂട്ടൻ അവിടെ താഴെ സാധനങ്ങൾ മാറ്റുന്നത് ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ മുകളിൽ നിന്ന് എൻട്രോ പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് പറയാം. ഓക്കെ.
മണി എവിടെ നീ താഴെ നിന്ന് താഴെ അവിടെ ആദ്യം പിടിച്ചു നിന്നോട്ടോ. ആ വെച്ചേ ചേർന്ന് നിന്നേ പിന്നെ കയറ് വേണ്ട. ആ കയറോടെ എടുത്തോ. ഇനി ഒരു